പ്രവാസത്തിന് അപ്രതീക്ഷിതമായി വിരാമമിട്ട് മരിച്ചു പോകുന്നവർക്കായി ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഖത്തറിൽ. അൽ ഇഹ്സാൻ എന്ന ഒരു സംഘം. KMCC കീഴിൽ മയ്യത്ത് പരിപാലനത്തിനായി സഹകരിക്കുന്ന ഈ സംഘത്തെക്കുറിച്ചാണ് ഇനി. രാവെന്നോ പകലെന്നോ ഇല്ല, ഏത് സമയത്തും ഇത്തരമൊരു കോൾ വരാം. മറുതലക്കിൽ ഇന്നുവരെ പരിചയമില്ലാത്ത ആരോ ആകും. പ്രിയപ്പെട്ടവൻ്റെ മരണവാർത്ത വിളിച്ചു പറയുന്ന ഭാര്യയാകാം, മകനോ സുഹൃത്തോ ആകാം. ഈ നിമിഷം മുതൽ ഫോണെടുത്തയാൾ വിളിച്ചയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ്. ഒരു പിടി സ്വപ്നങ്ങളുമായെത്തി മരുക്കാറ്റിൽ പാതി വഴിയിൽ അവസാനിച്ച യാത്രയിൽ ഇനിയുള്ള കൂട്ടുകാർ ഇവരാണ്. ഇങ്ങനെ 6000-ലേറെ മനുഷ്യർക്കാണ് ഖത്തർ KMCCക്ക് കീഴിലുള്ള സന്നദ്ധ സേവന വിഭാഗമായ അൽ ഇഹ്സാൻ അന്ത്യയാത്രയിൽ കൂട്ടിയിരുന്നത്. 25 വർഷമായി KMCC ഈ മയ്യത്ത് പരിപാലന കമ്മിറ്റി തുടങ്ങിയിട്ട്. ആദ്യം വ്യക്തികളിൽ കൂടെ സ്റ്റാർട്ട് ചെയ്ത് വ്യവസ്ഥാപിതമായി തുടങ്ങിയിട്ട് 2006 വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ KMCC മയ്യത്ത് പരിപാലന കമ്മിറ്റി തുടങ്ങി വെച്ചത്. ആ 2006 കമ്മിറ്റിയുടെ പ്രഥമ ചെയർമാനായിട്ട് വരുന്നത് KBK മുഹമ്മദ് കടവനാടും പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബ് ജനറൽ കൺവീനറുമായിട്ടാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. ഇപ്പോൾ 19 വർഷം പിന്നിട്ടു. ജാതിയോ മതമോ ദേശമോ ഭാഷയോ തിരക്കോ അവധികളോ മനുഷ്യത്വത്തിന് അതിർവരം വിടുന്നില്ല. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന സമയമാണ് പ്രിയപ്പെട്ടവരുടെ വിയോഗം. പക്ഷേ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഒരു ബന്ധുവിനും ഇവിടെ നെട്ടോട്ടമോടേണ്ട സാഹചര്യം വന്നിട്ടില്ല. കഴിഞ്ഞ ജൂൺ 14 ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരുന്നു. എൻ്റെ നാട്ടുകാരനും പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളൊരു വഴികാട്ടിയുമായിരുന്നു മുജീബ് റഹ്മാൻ തലാപ്പിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാവിലെ പുള്ളിയുടെ റൂമിൽ നിന്നും സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, സീരിയസ് ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഓടി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ സമയത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറയുന്നത് 6:42 സുബഹി നിസ്കാരത്തിന് ശേഷമാണ് സംഭവം. 6:42 മരണം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ജീവിതത്തിൽ ആകെ ബ്ലാങ്കായി പോയൊരു നിമിഷം. എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത്, ഫാമിലിനോട് എന്ത് പറയണം, ഒന്നും അറിയില്ല. സമാധാനത്തിൽ വീട്ടിൽ വിളിച്ചു കാര്യം പറഞ്ഞു. അവരാവശ്യപ്പെട്ടത് എന്ത് സംഭവിച്ചാലും എത്രയും വേഗം ഞങ്ങൾക്ക് ആ മയ്യത്ത് എത്തിച്ചു തരണമെന്നാണ്. ആ സമയത്താണ് ഒരു 8 മണിയോടുകൂടി KMCC അൽ ഇഹ്സാൻ്റെ പ്രിയപ്പെട്ട ഷെഫീഖ് സാഹിബിനെ വിളിക്കുന്നത്. ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഒന്ന് നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അവരാരറിയിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അവരെന്നെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് മഹബൂബ് ക, മൻസൂർ സാഹിബ്, ഇവരെല്ലാവരും പല രീതിയിൽ വന്ന് ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റേഷനും. ഇമോഷണലി നമ്മൾ ആകെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു വ്യക്തതയില്ല. ഈ സമയത്ത് കൂടെ നിന്നിട്ട് ഓരോ ഡോക്യുമെൻറ്റേഷനും ഓരോ ഓഫീസിലേക്കും അവരെന്നെ മുൻകൈ എടുത്ത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്ത് അന്ന് രാത്രി, അതൊരു ശനിയാഴ്ചയാണ്, ഗവൺമെൻറ് അവധിയാണ്, പല ഓഫീസിലും ഓഫീസർമാരില്ല, ഇന്ത്യൻ എംബസി അവധിയാണ്. എന്നിട്ട് പോലും വൈകുന്നേരം 7 മണിയോടുകൂടി എല്ലാ ഡോക്യുമെൻറ്റേഷനും തീർത്ത് അന്ന് രാത്രി തന്നെ മയ്യത്ത് നാട്ടിലേക്ക്, ആ കുടുംബം ആഗ്രഹിച്ച പോലെ മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കാൻ ഇവർ സഹായിച്ചു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ചില സാഹചര്യങ്ങളിൽ ഉറ്റവരോ നാട്ടുകാരോ പോലും ഒപ്പമുണ്ടാവില്ല. പക്ഷേ കൂടപ്പിറപ്പിനെ പോലെ എല്ലാ നടപടികളും പൂർത്തിയാക്കി ഹമദ് വിമാനത്താവളം വരെ ഇവർ കൂട്ടിനുണ്ടാകും. ഇവിടെ 2 രീതിയിൽ, ഒന്ന് പോലീസ് കേസുള്ളതും പോലീസ് കേസില്ലാത്തതും. പോലീസ് കേസ് ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് അതാത് മരണം സംഭവിച്ച ഏരിയയിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ക്ലിയറൻസ്. പിന്നെ ഫാമിലിൻ്റെ അടുത്തുനിന്ന്, ഇപ്പോൾ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, അതല്ല കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ പിന്നെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ, ഈ 2-ൽ ഒരാളുടെ നോ ഒബ്ജക്ഷൻ. പിന്നെ അതുപോലെ കമ്പനി, ഇവിടുത്തെ കമ്പനി സ്പോൺസർഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്നൊരു നോ ഒബ്ജക്ഷൻ വേണം. പിന്നെ അതുമല്ല ഫാമിലി വിസയിലാണെങ്കിൽ ആരാണോ അവരുടെ സ്പോൺസർ, അപ്പോൾ വാപ്പയാവാം അല്ലെങ്കിൽ ഉമ്മയാവാം ബ്രദറാവാം, അങ്ങനെ ആരുടെ പേരിലാണോ സ്പോൺസർ അവരുടെ നിന്നൊരു നോ ഒബ്ജക്ഷൻ. ഇന്ത്യ ഗവൺമെൻറ് ഒരു APHO അപ്രൂവൽ എടുക്കണം. ചിലരുടെ അന്ത്യാഭിലാഷം ജീവിതം തന്ന ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരണമെന്നാകും. മറ്റു ചിലർക്ക് നാട്ടിൽ സ്വീകരിക്കാൻ ആളുണ്ടാവില്ല. അവരെയെല്ലാം അവരവരുടെ വിശ്വാസപ്രകാരം തന്നെ മറവ് ചെയ്യും. പൊതുവെ ഗവൺമെൻറ്റിൽ ഇത് മുനിസിപ്പാലിറ്റിൻ്റെ അണ്ടറിലാണ്. മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാഫ് ഈ വിധ കാര്യങ്ങൾക്കെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അതിന് പുറമെ തന്നെ ഞങ്ങളും അവരുടെ ബന്ധുക്കളെല്ലാം കൂടിയിട്ടാണ് ഈ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അന്ത്യകർമ്മം ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഏത് മത്സരമാണോ അതിനുള്ള രീതിയിൽ
അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് ഞങ്ങൾക്ക് ലിങ്ക് ഉണ്ട്. ഞങ്ങളെ അവരെ വിളിച്ച് ബന്ധപ്പെടുത്തി കൊടുക്കും. അതല്ലെങ്കിൽ അവർ തന്നെ അതിനുള്ള ചെയ്യും. അതിനൊന്നും എന്ത് ചെയ്യുന്നതിന് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ നാട്ടിലേക്ക് അയക്കുന്ന മൃതദേഹങ്ങളുടെയും ഇവിടെ മറവ് ചെയ്യുന്നവരുടെയും ഒക്കെ കൃത്യമായ വിവരങ്ങൾ ഔദ്യോഗിക സംവിധാനങ്ങളെ വെല്ലുന്ന രീതിയിൽ ഇവർ രേഖപ്പെടുത്തി വയ്ക്കുന്നു. നാളെ ബന്ധുക്കൾക്ക് ഒരാവശ്യം വന്നാൽ ഇത് ഉപകരിക്കും. സേവന മേഖലയിലെ ഈ പ്രൊഫഷണലിസം കൊണ്ട് തന്നെ ഖത്തറിലെ വിവിധ സർക്കാർ ഓഫീസുകളിലും ഇന്ത്യൻ എംബസിയിലുമൊക്കെ അൽ ഇഹ്സാന് കാര്യങ്ങൾ സിംഗിൾ വിൻഡോ പോലെ അനായാസമാണ്. ഈ ഒരു സക്സസ് ആയിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നുള്ളത് ഈ എംബസിയും ഇവിടുത്തെ ഓഫീസുകളുമാണ്. ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എംബസിയുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ എല്ലാ ഓഫീസേഴ്സും അവരുടെ സ്റ്റാഫൊക്കെ 365 ദിവസം 24 മണിക്കൂറും നമുക്ക് വേണ്ടി എന്ന് തന്നെ പറയാം. നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ ആളുടെ ഏത് വിഷയങ്ങൾക്കുണ്ടെങ്കിലും അതിൽ അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചു കഴിഞ്ഞാൽ നല്ല സേവനമാണ് നൽകുന്നത്. അതേപോലെ മോർച്ചറികളിലാണെങ്കിലും പ്രധാനമായിട്ടും 4 മോർച്ചറികളാണുള്ളത്. അവിടെയുള്ള സർവീസുകളും അതേപോലെ ഖിദ്മാത്തുൽ ഇൻസാനിയ, പിന്നെ കസ്റ്റംസ്, എയർപോർട്ട്, അങ്ങനെ എമിഗ്രേഷനിലായാലും എവിടെ ഏത് സെക്ഷനിലായിരുന്നാലും KMCCയുടെ ഈ ഒരു വിങ്ങിന് വളരെ ശക്തമായ സപ്പോർട്ടാണ്. അൽ ഇഹ്സാനിലേക്ക് വരുന്നവർ പൂർണ്ണമായിട്ടും 100% ഇതിൻ്റെ ഇവിടത്തുള്ള നമ്മുടെ പ്രവാസ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ ഖത്തറിലുള്ള ഒരു ബെനിഫിറ്റ് ഉദ്ദേശിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കമ്മിറ്റിയിലേക്ക് വരുന്നത്. കാരണം അവർക്ക് വേറൊരു എക്സ്പോഷർ ഇല്ല. മറ്റ് നമ്മുടെ ബാക്കിയുള്ള ഒരുപാട് കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾക്കൊക്കെ പൊതുവേദികളിൽ അവർ പരിപാടികൾ, പദ്ധതികൾ, പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അവർക്ക് സ്വീകരണം ലഭിക്കാറുണ്ട്. അവരുടെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവിടെ ഈ അൽ ഇഹ്സാൻ കമ്മിറ്റിക്ക് ഒരു പൊതുപരിപാടികളൊന്നും സാധാരണ സംഘടിപ്പിക്കാറില്ല. കാരണം ഒരു ഡെഡ് ബോഡിയും അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളുമായിട്ട് മാത്രം ഇടപെടുന്ന ഒരു കമ്മിറ്റിയാണ് അൽ ഇഹ്സാൻ. ഇതര നാടുകളിൽ നിന്നും വ്യത്യസ്തമായി മരുഭൂമിയിലെ പ്രവാസം തളിർത്ത് പൂത്തുലഞ്ഞത് ഇങ്ങനെയുള്ള നിസ്വാർത്ഥരായ മനുഷ്യരുള്ളത് കൊണ്ടുകൂടിയാണ്. ഈ വെയിലിൽ അല്പമൊന്ന് തളർന്നാൽ താങ്ങാനും വീണാൽ കൂടെ നിൽക്കാനും ഇവരെപ്പോലുള്ളവരുണ്ടെന്ന വിശ്വാസത്തിലാണ് ഓരോ പ്രവാസി കുടുംബവും സ്വസ്ഥമായി ഉറങ്ങുന്നത്.